അടുത്ത question, two parallel wires separated by a distance d are carrying a current I in the same direction. The magnetic field along a line running parallel to these wires and midway between them. സോ മാഗ്നറ്റിക് ലൈന് പാരലൽ ആയിട്ട് റൺ ചെയ്യുന്നത്, അവിടെ ഒരു ഫ്ലക്സ് കട്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇൻഡ്യൂസ് EMF 0 ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ എ ഡിസ്റ്റൻസ് ഓൺ I. Option B is 0, depends on D, depends on permeability of the medium between them. So our current so parallel ആയതുകൊണ്ട് induced EMF ഒക്കെ 0 ആയിരിക്കും. Question എന്തായിരുന്നു? Two parallel wires separated at a distance of D carrying a current I in the same direction. The magnetic field along the line running parallel to those wires and midway between them is 0 only. Okay, the area of hysteresis loop is a measure of hysteresis loop എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററിസ് ലൂപ്പ് നിങ്ങളെല്ലാവരും എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ബി എച്ച് കർവ് പ്ലോട്ട് ചെയ്താൽ ഒരു കംപ്ലീറ്റ് സർക്കിൾ ഓഫ് ബി എച്ച് കർവിനെയാണ് ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് റെസിജ്വൽ മാഗ്നറ്റിസവും കോസി ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഓഫ് ദ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ എനർജി ലോസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏരിയ ഈസ് പ്രപ്പോർഷണൽ ടു എനർജി ലോസ് പെർ സൈക്കിൾ. The average value of a sinusoidal alternating current is circuit to be found to be 10, maximum value of the current. സോ ഞാൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ വേണമെങ്കിൽ കമൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു വീഡിയോ പ്രൊവൈഡ് ചെയ്യാം. ജസ്റ്റ് ഞാൻ സ്റ്റെപ്സ് മാത്രം പറയാം. നമുക്ക് ഫോം ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്, RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. അത് 1.11 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിതിൻ്റെ RMS വാല്യൂ കിട്ടും. അപ്പോൾ 1.11 ഇൻറ്റു 10. അടുത്ത പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പീക്ക് ഫാക്ടർ എന്നാൽ √2 ആണ്. അപ്പോൾ പീക്ക് ഫാക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. അപ്പോൾ 15.7 കിട്ടും. ആർക്കും കിട്ടില്ലെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. The value of each resistance in delta network that is equivalent to star network consists of 3 equal resistance of the value R ohm is dash ohm. So ഡെൽറ്റ സ്റ്റാർ കൺവേർഷൻ ആണ്. സോ എല്ലാ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഈക്വൽ ആണ്. നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇത് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സ്റ്റാൻഡേർഡായി ചോദിക്കുന്നതാണ്. ഡെൽറ്റ സ്റ്റാർ ആണെങ്കിൽ 3R സ്റ്റാർ ഡെൽറ്റ ആണെങ്കിൽ R/3 ആവും. അടുത്ത പ്രോബ്ലമാണ്. പ്രോബ്ലത്തിനെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. North pole of a magnet is moved away from the metallic ring. The induced current in the ring flows. Option A counterclockwise, option B clockwise, option C first clockwise then counterclockwise, option D first counterclockwise and clockwise. In the answer counterclockwise ആണ്. Which of the following incandescent lamp will have maximum resistance? P equal to V square by R ആണ്. സോ റെസിസ്റ്റൻസും പവർ റേറ്റിംഗും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ പവർ റേറ്റിംഗ് ഏറ്റവും കുറഞ്ഞ സാധനത്തിനായിരിക്കും മാക്സിമം റെസിസ്റ്റൻസ്. ഈ ക്വസ്റ്റ്യൻ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുൻകാല PSCയിൽ ചോദിക്കുന്നതാണ്. 2 സീരീസ് ലാമ്പ്, ഒന്നൊരു 60 വാട്ടും ഒന്നൊരു 40 വാട്ടും കണക്റ്റഡ് സീരീസ് ആണെങ്കിൽ ബ്രൈറ്റ്നസ് കൂടുതൽ, പവർ കപ്പാസിറ്റി കുറഞ്ഞ ലാമ്പിനായിരിക്കും. അതിനെ ജസ്റ്റ് അവർ ക്വസ്റ്റ്യൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. EMF എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഉണ്ട്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഉണ്ട്. ട്രാൻസ്ഫോമറിലൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ചോക്കിലും അത് തന്നെയാണ്. തെർമോകപ്പിളിൽ സീബക്ക് എഫക്ട് കാരണമാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ജനറേറ്ററിലാണ് കണ്ടക്ടറിന്റെ മോഷൻ കാരണം EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ജനറേറ്റർ. അതിനാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. Lamp of 100 watt at the rate of 200 volt is supplied at a source of 100 volt. It will be equivalent to the lamp of, അതായത് കാൽക്കുലേഷൻ ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. വോൾട്ടേജ് പകുതിയായി, അപ്പോൾ പവർ റേറ്റിംഗ് പി പ്രപ്പോർഷണൽ ടു V സ്ക്വയർ ആണ്. സോ 1/4 ആവും. അപ്പോൾ 100/4 25 വാട്ട്. ഇത് സെയിം ക്വസ്റ്റ്യൻ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. ഓപ്ഷൻ എ. ഈ ക്വസ്റ്റ്യൻ ബേസിക്കലി എന്ന് പറഞ്ഞാൽ I ഈക്വൽ ടു IM sin omega t ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ω/2π ആയിരിക്കും. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ 360 ω/t 360/2π. ഓപ്ഷൻ ബി. അടുത്ത പോളാർ ടു റെക്ടാങ്കുലർ കൺവേർഷൻ.
ഓക്കെ. സോ എക്സ് എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റയും വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ആർ ആർ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 10.4 ആർ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 6 കിട്ടും. ഓപ്ഷൻ ഡി. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് എനർജി ഗ്യാപ്പ് ഇൻ സെമി കണ്ടക്ടർ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ കുറയും, അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യും, കണ്ടക്ടിവിറ്റി കൂടും, അതായത് എനർജി ഗ്യാപ്പ് ഡിസ്റ്റൻസ് കുറയും. Released light energy in LED depends upon reverse biased junction, intensity of incident light, usually it made from silicon, recombination of holes on the electron. LED എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. സാധാ റീകോമ്പിനേഷൻ ഓഫ് ഹോൾസും ഇലക്ട്രോൺസും ഉണ്ടാവും. അത് റീകോമ്പിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും, ഫോട്ടോൺസ് ജനറേറ്റ് ചെയ്യാൻ ലൈറ്റ് ഉണ്ടാവും. അതാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അടുത്ത പി ഐ ഓഫ് എ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ഇസ് 2 VM. പി ഐ വി എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വി എം ആണ്. സോ ഇവിടെ ഓപ്ഷൻ എ. വെൻ ഡസ് സെനർ ഡയോഡ് ബിഗിൻസ് ടു കണ്ടക്ട് ഇൻ റിവേഴ്സ് ബയസ് ഡയറക്ഷൻ. സോ ഒരു സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി റിവേഴ്സ് ബയസിലാണ് യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് ബയസിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെ അതൊരു നോർമൽ ഡയോഡ് പോലെ ആക്ട് ചെയ്യും. സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞാൽ അതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും, കറണ്ട് മാത്രം കൂടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. വോൾട്ടേജ് അക്രോസ് ഇറ്റ് റീച്ച്ഡ് സെനർ വോൾട്ടേജ്. വാട്ട് ഈസ് ദ പിഞ്ച് ഓഫ് എ JFET? JFET എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഗേറ്റ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യും. ഗേറ്റ് ജംഗ്ഷനിൽ റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവും. അപ്പോൾ ഗേറ്റ് ജംഗ്ഷൻ്റെ റിവേഴ്സ് ബയാസിൻ്റെ വോൾട്ടേജ് കൂടുന്ന അനുസരിച്ചിട്ട് ഡിപ്ലീഷൻ ലെയറിൻ്റെ വിടുത്ത് കൂടും. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിയാൽ രണ്ട് സൈഡിലെ ഡിപ്ലീഷൻ ലെയറും തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോൾ അവിടെ ഒരു ചാനൽ ഉണ്ടാവില്ല. അപ്പോൾ ഐ ഡി എന്ന് പറഞ്ഞാൽ കറണ്ട് 0 ആയിരിക്കും. ആ വോൾട്ടേജിനെയാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. വിച്ച് ഓഫ് ദ 3 ടെർമിനൽ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ? ആൻസർ 7905 ആണ്. ഓപ്ഷൻ എ. 7805 എന്ന് പറഞ്ഞാൽ +5 വോൾട്ട്, 7905 എന്ന് പറഞ്ഞാൽ -5 വോൾട്ട്. 781 to 12 ആണ്. ബാക്കി ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രൂ ടേബിൾ? ഈ ട്രൂ ടേബിൾ എന്ന് പറഞ്ഞാൽ ആൻഡ് ഗേറ്റിൻ്റെ y = AB. രണ്ട് സ്വിച്ച് ഓൺ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടും. ഇതും നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞതാണ്. വാട്ട് ഈസ് ദ എഫക്ട് ഇഫ് SCR latched into conduction and gate pulse is removed? നമുക്ക് എല്ലാവർക്കും അറിയാം, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിൽ ഓൺ ആവുന്ന മാത്രമേ ഗേറ്റിന് റോൾ ഉള്ളൂ. പി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഗേറ്റിൽ സപ്ലൈ ചെയ്യുമ്പോൾ J3 എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഫോർവേഡ് ചെയ്യും. ഇതൊക്കെ തിയറി ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ SCR കണ്ടക്ട് ചെയ്യും. വൺസ് ഗേറ്റ് റിമൂവ് ചെയ്താൽ കണ്ടക്ടിവിറ്റിക്ക് ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. പക്ഷെ GTO എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ ഗേറ്റ് ടേൺ ഓഫ് ഡിവൈസ്, അതിൻ്റെ കേസിൽ ഗേറ്റ് റിമൂവ് ചെയ്താൽ അത് ഓഫാക്കാൻ പറ്റും. ഇൻ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ദ ലോഡ് കറണ്ട് ഇൻ ഈച്ച് ഓഫ് ദ ഡയോഡ് ഫ്ലോസ്. നമുക്കറിയാം ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ 4 ഡയോഡ് ഉണ്ടാവുക. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് 2 ഡയോഡും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് അടുത്ത 2 ഡയോഡും ഫോർവേഡ് ബയസ് ആവും. അപ്പോൾ ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് AC സിഗ്നൽ. ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഓഫ് ഡിസൈഡ് മെറ്റീരിയൽസ് കണ്ടക്ടർ സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ? ഓപ്ഷൻ ബോണ്ടിങ്, ആറ്റോമിക് വെയിറ്റ്, ആറ്റോമിക് നമ്പർ, വാലൻസ് ഇലക്ട്രോൺ. കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. വാലൻസ് ഇലക്ട്രോണിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അനുസരിച്ചിട്ടാണ് അതിന് നമുക്ക് കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്നൊക്കെ പറയാൻ കഴിയുന്നത്. സെമി കണ്ടക്ടർ ആണെങ്കിൽ യൂഷ്വലി 4 ആയിരിക്കും. കാർബൺ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ. Which of the following statement is correct regarding energy conversion in rotating electrical machine? During energy conversion, out of input energy, some energy is converted to required form. Correct. Some energy is stored and rest is dissipated. I option correct ആണ്. During energy conversion, out of the total input energy, some energy is converted to required form and rest is dissipated. അവിടെ സ്റ്റോറേജിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, അത് തെറ്റാണ്. അടുത്ത റിയാക്ഷൻ ഓഫ് കപ്ലിംഗ് ഫീൽഡ് ഓൺ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സിസ്റ്റം ഈസ് എസെൻഷ്യൽ ഫോർ എനർജി കൺവേർഷൻ പ്രോസസ്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ദ ആർമേച്ചർ വൈൻഡിങ് ഓഫ് ആൻ ആൾട്ടർനേറ്റർ?
ഫോർ എ ഫുൾ പിച്ച്ഡ് വൈൻഡിങ് കോയിൽ സ്പാൻ ഈസ് 360 ഡിഗ്രി ഇലക്ട്രിക്കൽ തെറ്റാണ്. കോയിൽ സ്പാൻ ഈസ് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ. അടുത്തത് ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഡിമിനിഷസ് അറൌണ്ട് ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് ആർമേച്ചർ റിയാക്ടൻസ് കറക്റ്റ്. സ്റ്റാർ ഓർ ഡെൽറ്റ കണക്ഷൻ സപ്രസ് ട്രിപ്പിൾ ആൻഡ് ഹാർമോണിക് അക്രോസ് ദ ലൈൻ രണ്ടും മൂന്നും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ കൺസിഡർ ദ ഫോളോയിങ് റിസൾട്ട് ഒബ്റ്റൈൻഡ്. ഇതൊരു പ്രോബ്ലം ആണ്. ഇതിന്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ വേണമെങ്കിൽ ഞാൻ EMF മെത്തേഡ് ആണ്. 2 kV സിംഗിൾ ഫേസ് ആൾട്ടർനേറ്റർ ആണ്. പവർ ഫാക്ടർ കണ്ടിട്ടുണ്ട്. ഫുൾ ലോഡ് കറണ്ട് ഇത്ര ആകുന്നുണ്ട്. എക്സൈറ്റേഷൻ 5 ആംപിയർ ആയിട്ടുണ്ട്. EMF 600 വോൾട്ട് ആയിട്ടുണ്ട്. സിങ്ക്രണസ് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ V/8 കോൺസ്റ്റന്റ് IF ആണ്. അപ്പോൾ ഇവിടെ IF ഈക്വൽ ടു 5 ആണ്. അപ്പോൾ 600/200 എന്ന് പറഞ്ഞാൽ 3 Ohm. If the excitation of alternator changes during parallel operation, what is the effect? Power factor and KW, power factor and KVR, power factor and KVR, KW. അതായത് നമ്മൾ പാരലൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിങ്ക്രണസ് ബോണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സൈറ്റേഷൻ കൂടി ആ വോൾട്ടേജ് കൂടില്ല. വോൾട്ടേജ് കൂടുന്നതിന് പകരം KVRും പവർ ഫാക്ടറുമാണ് ചേഞ്ച് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. AC സീരീസ് യൂണിവേഴ്സൽ റിപ്പൽഷൻ ഷെയ്ഡഡ് പോൾ. AC സീരീസ് മോട്ടർ യൂണിവേഴ്സൽ മോട്ടർ ഒരു AC സീരീസ് മോട്ടറാണ്. റിപ്പൽഷൻ മോട്ടർ ഒരു AC സീരീസ് മോട്ടറാണ്. അപ്പോൾ ഡി ആണ് ഓഡ് വൺ ഔട്ട്. The speed of rotor field with respect to the stator field of an induction motor എന്ന് പറഞ്ഞാൽ irrespective of slip അത് 0 ആയിരിക്കും. Which of the following statement is true about the torque of an induction motor? Maximum torque is directly proportional to square of the applied voltage. ശരിയാണ്. Maximum torque is independent of rotor resistance. ശരിയാണ്. സ്ലിപ്പ് എത്തി വെച്ച് മാക്സിമം ടോർക്ക് ഒക്കേഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റോട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഇവിടെ ഷിഫ്റ്റ് ഇൻ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റോട്ടർ റെസിസ്റ്റൻസിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ്. Choose the correct statement regarding single phasing of a 3-phase induction motor. The motor continues to run as a single phase induction motor. That load does not exceed 1/√3 of the normal rating. This is the standard definition. The motor continues to operate the same temperature rise as when carrying a rated load as 3-phase induction motor. That is option C and answer. Which of the following static method is not suitable for cage type induction motor? Star delta, auto transformer, stator resistance, rotor resistance. Rotor resistance എന്ന് പറഞ്ഞാൽ സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ ആണ്. സ്ക്വിറൽ ഗേജിന്റെ കേസിൽ റോട്ടർ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. അവിടെ എക്സ്ട്രാ അഡീഷണൽ റെസിസ്റ്റൻസ് ഒന്നും ആഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Identify the odd method of speed control for 3-phase. Variation of supply frequency by injecting an EMF in rotor. Variation of applied voltage by changing the number of stator poles. എയും സിയും ഡിയും സ്റ്റാറ്ററിലാണ്. ബി എന്ന് പറഞ്ഞാൽ റോട്ടറാണ്. അതുകൊണ്ട് ബി ആണ് അവിടെ ആൻസർ. Consider the following statement. The efficiency of transformer is same as at same load. 0.8 power factor lag and 0.8 power factor lead. The power transformer are designed to maximum efficiency at near full load. Distribution transformer designed for lower ion losses. ഇതിൽ എല്ലാം ശരിയാണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഓൺ ആയിരിക്കും. അതുകൊണ്ട് അയൺ ലോസ് ഏറ്റവും മിനിമം ആയിരിക്കണം. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുക. മാക്സ് പ്രോബ്ലം ഞാൻ സെപ്പറേറ്റ്